ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിവെച്ചത് ടാക്സോണമി എന്ന ഭാഗത്തെക്കുറിച്ചാണ്. ടാക്സോണമി എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് ടാക്സോണമി? സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള പ്രാക്ടീസും അവരുടെ പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സോണമി പഠിച്ചെടുക്കാനായിട്ട് എന്തൊക്കെ എക്സ്റ്റേണൽ റിസോഴ്സസ് നമുക്ക് ആവശ്യമാണ്. എക്സ്റ്റേണൽ റിസോഴ്സസ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മൾ ആരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് പഠിച്ചെടുക്കുന്നത്? നമ്മുടെ സ്കൂളിലുള്ള നമ്മുടെ ടീച്ചേഴ്സിന്റെ സഹായത്തോടു കൂടെ. ഇപ്പൊ അവസ്ഥയൊക്കെ മാറി. ഇപ്പൊ നമ്മുടെ വിക്ടേഴ്സ് ചാനലിലൂടെയും HSS ലൈവിലൂടെയൊക്കെയാണ് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ റിസോഴ്സ് എന്ന് പറയുന്നത് അവരൊക്കെയാണ്. അപ്പൊ ടാക്സോണമി എന്ന കാര്യം പഠിച്ചെടുക്കാനായിട്ട്, അപ്പൊ ടാക്സോണമിയുടെ എക്സ്റ്റേണൽ റിസോഴ്സസ്, ടാക്സോണമി പഠിച്ചെടുക്കാനായിട്ട് വേണ്ട എക്സ്റ്റേണൽ റിസോഴ്സസ് ഏതൊക്കെയാണ്? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന ഭാഗത്തെ പറയാൻ പറ്റും. ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന ഭാഗത്തെ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും: ടാക്സോണമി പഠിച്ചെടുക്കാനായിട്ട് എന്തൊക്കെ എക്സ്റ്റേണൽ റിസോഴ്സസ് ആണ് വേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന ഇന്നത്തെ ഭാഗത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് ഡെഫിനിഷൻ നമ്മുടെ NCERT പറയുന്നത് materials or things or any means that are helpful in classification, identification and nomenclature of a living organism. ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷനും ഐഡന്റിഫിക്കേഷനും നോമിനിക്ലേച്ചറും നടക്കാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, എന്തൊക്കെ സാധനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മളെ സഹായിക്കുന്നത്, അവയൊക്കെ നമുക്ക് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന ഒരു ടേം നൽകി വിശേഷിപ്പിക്കാൻ കഴിയും. എന്തൊക്കെ റിസോഴ്സസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനും ഐഡന്റിഫിക്കേഷൻ നടത്താനും നോമിനിക്ലേച്ചർ ചെയ്യാനുമായിട്ട് ആവശ്യം വേണ്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള റിസോഴ്സസിനെയൊക്കെ നമുക്ക് ഈ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന ഭാഗത്ത് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ പലതരത്തിലുള്ള ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് നമ്മൾ NCERT പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് 5 ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ്: ഹെർബേറിയം, ബൊട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, മ്യൂസിയം ആൻഡ് ടാക്സോണമിക്കൽ കീ. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡ്സിൽ NCERT പറയുന്നത്. പിന്നെ കുറച്ച് 3-4 കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് അല്ല, അത് ചെറിയൊരു ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ് ആൻഡ് കാറ്റലോഗ്സ്. ഈ 4 കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെർബേറിയം, ബൊട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, മ്യൂസിയം ആൻഡ് ടാക്സോണമിക്കൽ കീ. ഈ 5 ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഹെർബേറിയത്തിൽ തന്നെ തുടങ്ങാം. അപ്പൊ ഹെർബേറിയം എന്ന് പറയുന്നത് ഒരു രീതിയാണ്, ഒരു പ്രത്യേക തരം ഒരു രീതിയാണ്. എന്ത് രീതിയാണത്? ചെടികളെ പ്രിസേർവ് ചെയ്യുന്ന ഒരു രീതി. ഇവിടെ ഒരു ചെടിയുടെ ഇലയൊക്കെ ഉണക്കി സൂക്ഷിച്ച് അവയെ പൊതിഞ്ഞ് അവയ്ക്ക് ഒരു പേര് നൽകി ഒരു പ്രത്യേകതരം ബുക്ക്ലെറ്റ് ആക്കി സൂക്ഷിക്കുക, ഒരു പ്രത്യേകതരം ബുക്കിലാക്കി സൂക്ഷിക്കുക. അത്തരത്തിലുള്ള ഒരു രീതിയാണ് നമ്മുടെ ഈ ഹെർബേറിയം എന്ന് പറയുന്നത്. ഡ്രൈഡ് സ്പെസിമെൻസ് ആണ് ഇതിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. ഇലകളൊക്കെ ഉണക്കി, ഇലകളാവാം അല്ലെങ്കിൽ വേരുകളാവാം അല്ലെങ്കിൽ തണ്ടുകളാവാം അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ആവാം, വിത്താവാം, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളെ ഉണക്കി അവയ്ക്ക് പേര് നൽകി അവയെ പൊതിഞ്ഞ് ഒരു പ്രത്യേകതരം ബുക്കിലാക്കി സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഹെർബേറിയം. അപ്പോ ഹെർബേറിയം എന്ന് പറയുന്നത്, ഹെർബേറിയം is a store house of collected plant specimen that are dried, preserved and pressed on a paper sheet. ഒരു പേപ്പർ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് നമ്മുടെ ഈ ഹെർബേറിയം. അപ്പൊ നമ്മുടെ ഈ ഹെർബേറിയം നമ്മൾ ബുക്കിലാക്കി സൂക്ഷിച്ചു വെക്കുന്നു പറഞ്ഞു. അപ്പൊ ബുക്കില് ഇങ്ങനെ ഇപ്പൊ ഒരു ഹെർബേറിയത്തിന്റെ ഒരു പ്ലാന്റ് പാർട്ട് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ഒരു ഇല നമ്മളിങ്ങനെ വെച്ചു എന്ന് പറയാം. അപ്പൊ ആ ഇല വെച്ച ആ ഡ്രൈഡ് സ്പെസിമെൻസിന്റെ താഴെ നമുക്ക് പല തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കാണാൻ സാധിക്കും. എന്തൊക്കെ ഇൻഫോർമേഷൻസ് കാണാൻ സാധിക്കും? ഷോ ഡേറ്റ്, അവയുടെ ഡേറ്റ് കാണാൻ സാധിക്കും. അവ എന്നാണ് കളക്ട് ചെയ്തത്, ആ കളക്റ്റഡ് ഡേറ്റ് കാണാൻ സാധിക്കും. പിന്നെ കളക്ടേഴ്സ് നെയിം, അത് ഏത് വ്യക്തിയാണ് കളക്ട് ചെയ്തത്, ഏത് ആളാണ് കളക്ട് ചെയ്തതെന്ന് നമുക്ക് ഇൻഫോർമേഷനിൽ കാണാൻ സാധിക്കും. പിന്നെ സിസ്റ്റമാറ്റിക് പൊസിഷൻ, അവയുടെ പൊസിഷൻ ഏത് തരത്തിലാണ്, അവയുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻ എങ്ങനെയാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്ലേസ് ഓഫ് കളക്ഷൻ, ഏത് സ്ഥലത്തിൽ നിന്നാണ് അവയെ കളക്ട് ചെയ്തതെന്ന് കാണാൻ സാധിക്കും. പിന്നെ ലോക്കൽ നെയിം കാണാം, ബൊട്ടാനിക്കൽ നെയിം കാണാം, അവയുടെ സയന്റിഫിക് നെയിം കാണാം. ഇതൊക്കെ ഒരു ഡ്രൈഡ് സ്പെസിമെൻസ്, നമ്മുടെ ബുക്ക്ലെറ്റിലാക്കി സൂക്ഷിക്കുന്ന ഒരു ഡ്രൈഡ് സ്പെസിമെൻസിന്റെ താഴെ നമുക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് ലേബൽ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വലിയൊരു ടാക്സോണമി പഠിച്ചെടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ഉള്ള ഒന്നാണ് നമ്മുടെ ഈ ഹെർബേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈഡ് സ്പെസിമെൻസ് കാണാൻ സാധിക്കും. ഒരു ബുക്ക്ലെറ്റ് ആക്കി നമ്മൾ ഡ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഡ്രൈഡ് ആക്കിയിട്ട് അവയെ പ്രിസർവ് ചെയ്ത് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റിലോ പൊതിഞ്ഞ് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ്, ഒരു പ്രത്യേകതരം രീതിയാണ് നമ്മുടെ ഹെർബേറിയം. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടാക്സോണമിക്കൽ എയ്ഡ് ആണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാ പൂന്തോട്ടം
പോലെ തന്നെയാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ. പക്ഷെ ഇവ കുറച്ചുകൂടി വ്യത്യാസമായിരിക്കും, കുറച്ചുകൂടി ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ദീസ് ആർ ഗാർഡൻസ് ഹാവിംഗ് കളക്ഷൻ ഓഫ് ലിവിംഗ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. നമുക്ക് റെഫർ ചെയ്യാനായിട്ട്, നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് പല തരത്തിലുള്ള പ്ലാന്റ്സിനെ, കളക്ഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് വെച്ചാൽ ബോട്ടണി എന്താണ്, പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ലിവിംഗ് ഓർഗാനിസം എന്ന് ഉദ്ദേശിച്ചത് പ്ലാന്റ്സിനെയാണ്. അപ്പൊ കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ജീവനുള്ള പ്ലാന്റ്സിനെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട്, നമുക്ക് പറിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് കണ്ട് മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ. അപ്പോൾ ജീവനുള്ള പ്ലാന്റ്സിനെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും നമുക്ക് റെഫർ ചെയ്യാനായിട്ട്. ഇതിൽ പ്രധാനമായിട്ടും അവര് ആ ചെടിയുടെ താഴെ അല്ലെങ്കിൽ ആ ചെടിയുടെ അടുത്ത് നമുക്ക് അന്വേഷിച്ചറിയാനായിട്ട് അവയുടെ ലോക്കൽ നെയിം ഉണ്ടാവും. നാട്ടുമ്പുറത്തൊക്കെ അവ ഏത് പേരിലാണ് അറിയപ്പെടുക എന്ന ലോക്കൽ നെയിം ഉണ്ടാവും, അവയുടെ സയന്റിഫിക് നെയിം ഉണ്ടാവും, അവയുടെ സ്പീഷീസ് ഉണ്ടാവും, അവയുടെ ജീനസ് ഉണ്ടാവും. ഇതെല്ലാം ബൊട്ടാനിക്കൽ ഗാർഡനിൽ കാണാൻ സാധിക്കുന്ന പ്ലാന്റ്സിന് താഴെ നമുക്ക് ഇത്രയും അധികം ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അവയുടെ ലോക്കൽ നെയിം, ബൊട്ടാനിക്കൽ നെയിം, സ്പീഷീസ്, ജീനസ്, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിലുള്ള ഒരു പ്ലാന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ ഉള്ളത് കീ ഓഫ് ഇംഗ്ലണ്ട്, പിന്നെ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ലക്നൗ, ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഹൗറ. ഈ മൂന്നെണ്ണാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻ ആയിട്ട് നമ്മുടെ NCERT പറയുന്നത്. അപ്പൊ ഈ മൂന്ന് പേരുകളൊന്ന് ഓർത്തു വെക്കുക: കീ ഓഫ് ഇംഗ്ലണ്ട്, നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ലക്നൗ, ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഹൗറ. അപ്പോ ഹെർബേറിയം കഴിഞ്ഞു, ബൊട്ടാനിക്കൽ ഗാർഡൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സൂ തന്നെയാണ്. നമ്മൾ പലയിടത്തും കാണാൻ സാധിക്കുന്ന, നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ, എവിടെയെങ്കിലും വിനോദയാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പോകാറുള്ള നമ്മുടെ സൂ, അതൊക്കെ നമ്മുടെ ടാക്സോണമിക്കൽ എയ്ഡിന്റെ ഒരു ഭാഗമാണ്. സുവോളജിക്കൽ പാർക്ക് അഥവാ നമ്മൾ പറയുന്ന സൂ, അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ സുവോളജിക്കൽ പാർക്കിൽ എന്താണ് കാണുക? പ്രധാനമായിട്ടും പല തരത്തിലുള്ള അനിമൽസിനെയാണ്, പല തരത്തിലുള്ള പല രീതിയിലുള്ള പല ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന ജീവജാലങ്ങളെയാണ്, അല്ലെങ്കിൽ ലിവിംഗ് ഓർഗാനിസത്തിനെയാണ്, അല്ലെങ്കിൽ വൈൽഡ് അനിമൽസിനെയാണ് നമുക്ക് നമ്മുടെ സുവോളജിക്കൽ പാർക്കിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ സുവോളജിക്കൽ പാർക്കിന്റെ ഡെഫിനിഷൻ പറയുന്നത്: ദീസ് ആർ ദ പ്ലേസസ് where wild animals kept in protected environment under condition similar to the natural habit. അവയുടെ പ്രകൃതിദത്തമായ രീതികൾ നൽകി, അവയുടെ പ്രകൃതിദത്തമായ രീതികൾ നമ്മൾ മാൻമെയ്ഡ് പ്രൊവൈഡ് ചെയ്ത് അവയ്ക്ക് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ നൽകി നമ്മൾ തന്നെ അവയുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവയ്ക്ക് ഒരു ലിവിങ് സിറ്റുവേഷൻ നൽകുക. അതാണ് നമ്മൾ ഈ സുവോളജിക്കൽ പാർക്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് അവയുടെ ഫുഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അവയുടെ ബിഹേവിയറൽ പാറ്റേൺസ്, അവ ഒരു മനുഷ്യരോട് അല്ലെങ്കിൽ മറ്റൊരു ജീവജാലത്തോട് എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് നമ്മുടെ സുവോളജിക്കൽ പാർക്കിൽ നമുക്ക് അനിമൽസിനെ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഒരു നാച്ചുറൽ ഹാബിറ്റ് നമ്മൾ ഒരു സിമിലർ കണ്ടീഷൻ, അവരേത് കാട്ടിൽ അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അത്തരത്തിലൊരു കണ്ടീഷൻ നമ്മൾ മാൻമെയ്ഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് അവയെ ജീവിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവയുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുപോവാണ് നമ്മുടെ സുവോളജിക്കൽ പാർക്കിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം നമുക്കൊക്കെ ചുമ്മാ കണ്ട് രസിക്കാനുള്ളതാണ് സൂ എന്നല്ല, കുറെ അധികം പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ സൂവിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സുവോളജിക്കൽ പാർക്ക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പതിവ് പോലെ എന്ന് കേൾക്കാറുള്ള മ്യൂസിയം. പല സിനിമകളിലും പല ന്യൂസിലും പുതുതായി തുടങ്ങുന്ന ഓരോ കാര്യങ്ങളിലെല്ലാം നമ്മുടെ മ്യൂസിയം എന്ന വാക്ക് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ മ്യൂസിയം ആണ് നമ്മുടെ 4ാമത്തെ ടാക്സോണമിക്കൽ എയ്ഡ്. അപ്പോ മ്യൂസിയത്തില് പല തരത്തിലുള്ള നമ്മുടെ ബയോളജിക്കൽ മ്യൂസിയം എന്ന് പറയുന്നത് പല തരത്തിലുള്ള മ്യൂസിയം ഉണ്ട്. നമ്മൾ ഇവിടെ പറയുന്നത് ബയോളജിക്കൽ മ്യൂസിയം ആണ്. അപ്പൊ മ്യൂസിയം ഹാവ് കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പെസിമെൻ ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. നമ്മുടെ പഠനത്തിനും നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പല തരത്തിലുള്ള പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും സ്പെസിമെൻസ് ഫോർമാലിൻ അടങ്ങിയ ജാറുകളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഫോർമാലിൻ ഉള്ള ഒരു ആസിഡ് ആണ്. അപ്പൊ ഫോർമാലിനില് നമ്മുടെ ഈ സ്പെസിമെൻസ് ഒക്കെ ഇട്ട് വെച്ചാൽ അത്ര പെട്ടെന്ന് ചീഞ്ഞു പോവില്ല, കേടൊന്നും പോവില്ല. അപ്പൊ നമ്മുടെ അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഫോർമാലിൻ അടങ്ങിയ ജാറിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പോൾ അവയുടെ ബോഡിക്കോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് കാലാകാലങ്ങളോളം അവയെ സൂക്ഷിച്ചു വെക്കും, നമുക്ക് പഠിക്കാനും റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഫോർമാലിൻ അടങ്ങിയ ജാറിലാണ് നമ്മൾ പലതരത്തിലുള്ള പ്ലാന്റ്സിനെയും അനിമൽസിനെയും നമ്മൾ ഇട്ട് വെക്കാറുള്ളത്. പിന്നെ പറയാനായിട്ടുള്ളത് നമ്മൾ ഇൻസെക്ട്സ് എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസെക്ട്സ് എങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് നമ്മുടെ NCERT പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഇൻസെക്റ്റിനെ ആദ്യം നമ്മൾ കളക്ട് ചെയ്യും, എന്നിട്ട് അവയെ കൊല്ലും. കൊന്നതിന് ശേഷം നമ്മൾ അവയെ ഒരു പിൻ ചെയ്ത് വെക്കും.
പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇൻസെക്ട്സ് ബോക്സിൽ പ്രത്യേകതരം ഇൻസെക്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഇൻസെക്ട്സ് ബോക്സസ് ഉണ്ട്. അപ്പൊ അവയെ കളക്ട് ചെയ്ത് കില്ലിംഗ് ചെയ്ത് പിന്നിങ് ചെയ്ത് നമ്മൾ ഇൻസെക്ട്സ് ബോക്സിൽ നമ്മുടെ ഇൻസെക്ട്സിനെ സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസെക്ട്സ് ഒക്കെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ ചെയ്യാറുള്ള ഒരു രീതി. കളക്ടിങ്, കില്ലിംഗ്, പിന്നിങ് ആൻഡ് പ്രിസർവിങ് ഇൻസെക്ട്സ് ബോക്സസ്. അപ്പൊ നമ്മൾ ഇൻസെക്ട്സ് എങ്ങനെ നമ്മുടെ മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്ത് വെക്കാന്ന് നോക്കി. പിന്നെ ഉള്ളത് അനിമൽസ് ആണ്. അനിമൽസ് വിത്ത് ഫെദേഴ്സ് ആൻഡ് ഹെയർ ആർ സ്റ്റഫ്ഡ് ആൻഡ് പ്രിസർവ്ഡ്. തോലും മുടിയൊക്കെ ഉള്ള അനിമൽസിനെ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കാറാണ് ചെയ്യാറുള്ളത്. നമ്മുടെ മ്യൂസിയത്തിലൊക്കെ നമ്മുടെ തോലും മുടിയൊക്കെ ഉള്ള അനിമൽസ് ചീഞ്ഞു പോവാതെ അവയെ സ്റ്റഫ് ചെയ്തിട്ടാണ് നമ്മൾ മ്യൂസിയത്തിലൊക്കെ സൂക്ഷിച്ചു വെക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ടാക്സോണമിക്കൽ എയ്ഡായ മ്യൂസിയം നമ്മൾ നോക്കി. ഇനി അടുത്തത് 5ാമത്തെ ടാക്സോണമിക്കൽ എയ്ഡ്. പ്രധാനമായിട്ടുള്ള കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് നമ്മുടെ ടാക്സോണമിക്കൽ കീ. 5ാമത്തെ ടാക്സോണമിക്കൽ എയ്ഡ്. അപ്പോൾ ഈ ടാക്സോണമിക്കൽ കീയിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാറുള്ളത് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. പ്രധാനമായിട്ടും അനിമൽസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ടാക്സോണമിക്കൽ കീ ഉപയോഗിക്കാറായിട്ടുള്ളത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവയുടെ സിമിലാരിറ്റിയെയും ഡിസിമിലാരിറ്റിയെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ അനിമൽസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ടാക്സോണമിക്കൽ കീയില്. അപ്പോൾ അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാറുള്ളത്. അപ്പോൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ നോൺ ആസ് കപ്ലറ്റ്. അപ്പോൾ നമുക്ക് ഇതില് സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും അനുസരിച്ചാണ് നമ്മൾ അനിമൽസിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കുരങ്ങിന് പല തരത്തിലുള്ള കുരങ്ങിന്റെ പ്രധാനമായിട്ടുള്ളത് കുരങ്ങ് എല്ലാ മാമൽസ് ആണ്. അപ്പൊ കുരങ്ങ് എന്ന് പറയുന്നത് പെട്ടെന്ന് മരത്തിലൊക്കെ കയറാൻ സാധിക്കുന്ന ഒരു ജീവിയാണ്. പെട്ടെന്ന് വളരെയധികം ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള കഴിവ് നമ്മുടെ കുരങ്ങിനുണ്ട്. പക്ഷെ കടുവയ്ക്ക് എങ്ങനെയല്ല, കടുവപ്പുലി അങ്ങനെയല്ല, കയറാൻ സാധിക്കും. എന്നാൽ കുരങ്ങിന്റെ അത്ര എഫിഷ്യൻസിയോ കഴിവോ ടൈഗറിനില്ല, കടുവയ്ക്കില്ല. അപ്പോ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ അനുസരിച്ച് അവയുടെ പെയറിനെയാണ് നമ്മൾ കപ്ലറ്റ് എന്ന് പറയാ. അപ്പോ ഈ ടാക്സോണമിക്കൽ കീ ഒരു എസ് ഓർ നോ ടൈപ്പ് ആണ്. എസ് ഓർ നോ ടൈപ്പ് എന്ന് പറഞ്ഞത് ഇപ്പോ നമ്മുടെ മനുഷ്യനെ എടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവജാലത്തിനെ എടുത്താൽ അവയ്ക്ക് നട്ടെല്ലുണ്ടോ? അവയ്ക്ക് നട്ടെല്ലുണ്ടെങ്കിൽ അവ കോർഡാറ്റ എന്ന ഫൈലത്തിലേക്ക് പോകുന്നു. ഫൈലം കോർഡാറ്റ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫൈലം കോർഡാറ്റ എന്ന ഫൈലത്തിലേക്ക് പോകുന്നു നട്ടെല്ലുണ്ടെങ്കിൽ. അപ്പൊ നട്ടെല്ലില്ലെങ്കിൽ എന്ത് ചെയ്യും? അവ മറ്റൊരു ക്ലാസ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഇതിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ലീഡ് ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. നോ ആണെങ്കിൽ അവ മറ്റൊരു ലീഡിലേക്ക് നൽകുന്നു. ഒരു ലീഡാണ്, മറ്റൊന്നിലേക്ക് ഒരു ലീഡാണ് നമ്മുടെ ഈ ടാക്സോണമിക്കൽ കീ നൽകുന്നത്. അപ്പൊ മനസ്സിലാവുന്ന വിചാരിക്കുന്നു. പിന്നുള്ളത് ഓരോ ഫൈലത്തിനും നമ്മൾ പലതരത്തിലുള്ള ടാക്സോണമിക്കൽ കാറ്റഗറീസ് പഠിച്ചു. അപ്പൊ ഓരോ കാറ്റഗറീസിനും വ്യത്യസ്തമായ കീസ് ഉണ്ട്, വ്യത്യസ്തമായ ടാക്സോണമിക്കൽ കീ ഉണ്ട്. ഏത്? നമ്മുടെ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എക്സെട്ര ഓരോന്നിനും പ്രത്യേകം കീകളുണ്ട് നമ്മുടെ ഈ അനിമൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ. എന്തിന്റെ അടിസ്ഥാനത്തില്? അവയുടെ സിമിലാരിറ്റിയെയും ഡിസിമിലാരിറ്റിയെയും അടിസ്ഥാനത്തില്. അപ്പൊ ടാക്സോണമിക്കൽ കീയും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ NCERT പറയുന്ന പ്രധാനമായിട്ടുള്ള 5 ടാക്സോണമിക്കൽ എയ്ഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ച് 3-4 കൊണ്ട് അവർ പറയേണ്ടത് അത് ഇനി നമുക്ക് നോക്കാം. പിന്നെ അഡീഷണൽ ആയിട്ട് പറയുന്നതാണ് നമ്മുടെ ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫിക്, കാറ്റലോഗ്സ്. ഈ 4 നമ്മുടെ ടാക്സോണമിക്കൽ എയ്ഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ 5 കൂടാതെ അഡീഷണൽ ആയിട്ട് പറയുന്നതാണ് ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്സ്, കാറ്റലോഗ്സ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, പരീക്ഷയ്ക്ക് വന്നാലോ. അപ്പൊ ഫ്ലോറ എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് ഹാബിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് സ്പീഷീസ് ഇൻ എ ഗിവൺ ഏരിയ. ഒരു പ്രത്യേക സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്ലാന്റ്സിനെ കുറിച്ചുള്ള അവയുടെ ഹാബിറ്റ്, അവയുടെ ജീവിത രീതിയെയും അവയുടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് നമ്മുടെ ഈ ഫ്ലോറ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗിവൺ ഏരിയയിൽ ഉള്ള ഒരു പ്രത്യേക സ്ഥലത്തുള്ള പ്ലാന്റ്സിന്റെ ഹാബിറ്റിനെയും അവരുടെ ഡിസ്ട്രിബ്യൂഷനെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒന്നാണ്, ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ് നമ്മുടെ ഫ്ലോറ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് മാനുവൽസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഇൻ എ ഗിവൺ ഏരിയ. ഒരു പ്രത്യേകതരം ഒരു തന്ന സ്ഥലത്ത് ഒരു ഗിവൺ ഏരിയയില് അവയുടെ നെയിം, ഇപ്പോൾ ഗിവൺ സ്പീഷീസിന്റെ അവർ തന്നിട്ടുള്ള സ്പീഷീസിന്റെ നെയിം ഒക്കെ അറിയാനായിട്ട്, അവയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ് നമ്മുടെ മാനുവൽസ്. അവയുടെ പേര് മനസ്സിലാക്കാനായിട്ട്, തന്നിരിക്കുന്ന സ്പീഷീസിന്റെ പേരും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാക്സോണമിക്കൽ എയ്ഡ് ആണ് നമ്മുടെ മാനുവൽസ്. പിന്നെ പറയുന്നത് മോണോഗ്രാഫ്സ് ആണ്. മോണോഗ്രാഫ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓഫ് എനി വൺ ഓഫ് ടാക്സോൺ. ഏതെങ്കിലും ഒരു ടാക്സോണിനെ കുറിച്ച് വിവരം നൽകുന്ന ഒന്നാണ് നമ്മുടെ ഈ മോണോഗ്രാഫ്സ്. പലതരത്തിലുള്ള ടാക്സോൺ നമ്മൾ പഠിച്ചു. അപ്പോൾ ഏതെങ്കിലും ടാക്സോണിനെ കുറിച്ച് വിവരം നൽകുന്ന ഒന്നാണ് നമ്മുടെ ഈ മോണോഗ്രാഫ്. മൂന്നാമത്തെ ടാക്സോണമിക്കൽ എയ്ഡ്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് കാറ്റലോഗ്സ് ആണ്. കാറ്റലോഗ്സ് എന്ന് പറയുന്നത് ഗിവിംഗ് ഇൻഫർമേഷൻ ഓഫ് ബുക്സ്. ഒരു പബ്ലിഷ് ബുക്കിന്റെ
നമ്മുടെ ഈ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളുടെ ബുക്ക് എവിടെയൊക്കെ പബ്ലിഷ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ പബ്ലിഷ് ചെയ്യുന്നു, എന്തൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള നിരവധി ഇൻഫോർമേഷൻസ് ബുക്കിനെ കുറിച്ചുള്ള പബ്ലിഷ് ബുക്സ് ആൻഡ് മാഗസിൻ ലിസ്റ്റ് ഓഫ് പബ്ലിക്കേഷൻ, ഒരു പബ്ലിക്കേഷന്റെ ലിസ്റ്റ് ആണ് നമ്മുടെ ഈ കാറ്റലോഗ്സ് എന്ന ടാക്സോണമിക്കൽ കാറ്റഗറി നൽകുന്നത്. നമുക്ക് റെഫർ ചെയ്യാനായിട്ട് നൽകുന്ന ഒന്നാണ് നമ്മുടെ ഈ കാറ്റലോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന ദ ലിവിംഗ് വേൾഡിലെ അവസാന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.